അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ പരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ പൂർത്തിയായി എന്നല്ല. അത് മാത്രം പോരാ നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബ്യൂട്ടീനെ ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് ആരോടെങ്കിലും അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും പ്രോപ്പറായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്, സ്കിൻ കെയർ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഇന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് ഒന്ന് പറയാം കേട്ടോ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്ത ഒരുപാട് പേര് കാണാം. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവർക്ക് നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ഫേഷ്യൽ, ക്ലീനപ്പ്, അതുപോലെ തന്നെ ത്രെഡിങ്, ഹെയർ കട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾക്ക് ഇച്ചിരി സുന്ദരികളൊക്കെ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകാതെ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് സ്കിൻ കെയർ, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യണത് എന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് സ്കിൻ കെയർ എന്ന് നോക്കാം. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ സ്കിൻ കെയർ ചെയ്യണ കാര്യം നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ദിവസത്തിൽ 2 പ്രാവശ്യം മുഖം വാഷ് ചെയ്യുക. അത് ഏതെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഇച്ചിരി സമയമെടുത്ത് ഒന്ന് ജെന്റിലി മസാജ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ താടിയുടെ ഈ ഭാഗം, അതുപോലെ നോസിൻ്റെ സൈഡുകൾ, ലിപ്സിൻ്റെ സൈഡുകൾ, അതുപോലെ തന്നെ ചെവിയോട് അടുത്തിരിക്കുന്ന ഈ ഭാഗം, ചെവിയുടെ പുറക്, അതുപോലെ നെക്ക്, ഫ്രണ്ട്, ബാക്ക്, അതുപോലെ നെറ്റിയൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് കയറ്റി നന്നായിട്ട് തന്നെ മുഖം വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മുഖം വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഒരു ഫേസ് വാഷ് വാങ്ങിക്കുമായിരിക്കും. കാരണം അതിൽ പല സ്കിൻ ടൈപ്പുകൾക്കനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ pH ലെവൽ നിലനിർത്താൻ, കൂടുതൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും അത് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ തൊടാതിരിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ കൈകളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഡേർട്ടി ആയിട്ടുള്ള അവയവം എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടു, നമ്മൾ പെട്ടെന്ന് അത് കൈകൊണ്ടാണ് പോയി എടുക്കുന്നത് അല്ലേ. എന്നിട്ട് വലിയ അഴുക്കൊന്നും ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൈ വാഷ് ചെയ്യാനൊന്നും പോകത്തില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അത് തുടച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പണി തുടരും. പിന്നെ നമ്മൾ മുഖം എവിടെയെങ്കിലും പെട്ടെന്ന് ചൊറിഞ്ഞു, അല്ലെങ്കിൽ മുടി മുഖത്തേക്ക് വീണു, നമ്മൾ പെട്ടെന്ന് അതിങ്ങനെ അങ്ങ് തൂത്തു, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നി നമ്മൾ നമ്മുടെ മുഖത്ത് കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ കയ്യിലുള്ള അഴുക്കുകളെല്ലാം പറ്റിയിട്ട് നമ്മുടെ മുഖത്ത് കൂടുതൽ ഡേട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്തേക്ക് കൈ തൊടുന്ന ഈ ശീലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർക്ക് മുടി മുഖത്തേക്ക് വീഴുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ടൈ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ പരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ പൂർത്തിയായി എന്നല്ല. അത് മാത്രം പോരാ. നമ്മുടെ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാം. എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ അതായത് സ്ക്രബ് ചെയ്ത് നമ്മുടെ ഫേസിലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഡെഡ് സ്കിൻ സെൽസ് ഇതൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സ്ക്രബ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് ഉപയോഗിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അഥവാ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് നമുക്ക് കിട്ടിയില്ല, നമ്മുടെ കയ്യിലുള്ള സ്ക്രബ് ഇച്ചിരി ഹാർഡായിട്ടുള്ള സ്ക്രബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫേസ് എപ്പോഴൊക്കെ സ്ക്രബ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഫേസിലേക്ക് ഒരു ഫേസ് പാക്കും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, നമുക്കിനിയിപ്പോൾ ഒരു വീക്കിലി നമ്മുടെ സ്കിൻ കെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അല്ലാതെ തന്നെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പാക്ക് ഫുള്ള് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യേണ്ടത്, നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പാക്ക് ഉപയോഗിക്കുക. പിന്നെ ആഴ്ചയിൽ ഏതെങ്കിലും 2 ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യണതും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ, അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് നാച്ചുറലി ഒരു ഗ്ലോ കിട്ടാനും അത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അത് മാത്രം ചെയ്താൽ പോരാ. അങ്ങനെ ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലെ ഫുള്ള് ഡേർട്ടൊക്കെ പോകണം എന്നില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായ രീതിക്ക് ഒരു ക്ലീനപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് ഒരു ക്ലീനപ്പ് ചെയ്യാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലീനപ്പ് ചെയ്യുമ്പോൾ ക്ലീനപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ആദ്യം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് സ്റ്റീം എടുക്കുക. സ്റ്റീം എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് വെറ്റ് ആകുന്നത് വരെ നമ്മൾ സ്റ്റീം എടുക്കുക. അതിനുശേഷം ഒരു പിമ്പിൾ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്, നമ്മളിപ്പോൾ ഒരുപാട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്ക്രബ്, മൈൽഡായിട്ടുള്ള ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസും നെക്കും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി പോകണം എന്നില്ല. അപ്പോൾ നമ്മൾ മന്ത്ലി ഒരിക്കൽ നമ്മൾ സ്റ്റീമൊക്കെ എടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം, നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് സോക്കായി ചെറുതായിട്ട് ഓപ്പൺ ആകും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് സോക്കാകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് പ്രോപ്പറായിട്ട് മുഴുവനായിട്ടും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോകാനായിട്ടും അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ നന്നായിട്ട് ഒരു ക്ലീനപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേഷ്യലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 മാസമോ 3 മാസമോ ഒക്കെ കൂടുമ്പോൾ ഒരിക്കലും നമുക്ക് നന്നായിട്ടൊന്ന് ഫേഷ്യലും കൂടെ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫേഷ്യൽ ചെയ്യാം, നമ്മുടെ ഹോം റെമഡി വെച്ചിട്ട് തന്നെ ഫേഷ്യൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഹോം മെയ്ഡ് ഫേഷ്യലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ടു നോക്കുവാണെങ്കിൽ, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആകും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നന്നായിട്ട് ഫേഷ്യൽ ചെയ്യണതും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇത് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ നന്നായിട്ട് കഴിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ളവരായിട്ട് ഇരിക്കാൻ പറ്റും. നാച്ചുറലി നമ്മൾ ഭംഗിയായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കണ്ണൊക്കെ എഴുതി ഒരു ചെറിയ ലിപ്റ്റിൻ്റെ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുണ്ടാവും, ഒരുപാട് നാളായി ഞാൻ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ചെയ്തിട്ട് ഏകദേശം 1 മാസത്തിന് മേളിലായിട്ടുണ്ടാകും. അപ്പം അപ്പോഴത്തേക്ക് നോക്കിയാൽ എൻ്റെ സ്കിന്നിന് ഒരു ഗ്ലോ ഒന്നും ഇല്ലാത്ത പോലെ കണ്ടോ. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ മുഖത്ത് ആ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കണത് പോലെയും, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുത്തണ പോലത്തെ ഒരു ഫീലൊക്കെ. ഇത് കണ്ടോ, അപ്പം എൻ്റെ ഇത് കണ്ടോ, എവിടെയൊക്കെ കണ്ടതേ ഭയങ്കരമായിട്ട് പൊളിഞ്ഞിരിക്കുന്ന കണ്ടതേ കണ്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൈയുടെ വേദന കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ പാർലറിൽ പോയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മുഖം ഫുള്ളൊന്ന് ക്ലീൻ ആക്കണം.
പിന്നെ നമ്മൾ എന്തിനാണ് ഈ വയ്യാത്തയിടത്ത് പാർലറിൽ പോയി ഇത് ക്ലീൻ ആക്കാനൊക്കെ നിൽക്കണേന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുമായിരിക്കും. അപ്പോൾ നമ്മളിത് ക്ലീൻ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി പോകാനും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഏജ്ഡൊക്കെ ആവാനും അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് സുഖമില്ലെങ്കിലും നമുക്ക് സുന്ദരികളായിട്ടിരിക്കണമല്ലോ. അതുകൊണ്ട് പാർലറിൽ പോയിട്ട് ഇന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കണ്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പാർലറിൽ ഇവിടെ വന്നിട്ട് ഞാൻ പാർലറിൽ അങ്ങനെ പോകാറില്ല. പക്ഷേ ഇപ്പം എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പാർലറിൽ പോകുന്നത്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പാർലറിൽ പോയിട്ട് നമ്മൾ റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. സ്കിൻ കെയർ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യമാണ്. നമ്മൾ ഇച്ചിരി ബ്യൂട്ടി കോൺഷ്യസ് ആണ്, നമ്മൾ ഇച്ചിരി സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പോൾ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതാണേ. ഇപ്പോൾ കണ്ട ഒരു മുഖമൊക്കെ ആകെ ഇങ്ങനെ തടിച്ച പോലെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് കണ്ട പിമ്പിൾസൊക്കെ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തതൊക്കെ കണ്ട തടിച്ചിരിക്കണത് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോകുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ നമ്മൾ ഫേഷ്യലും ക്ലീനപ്പൊക്കെ ചെയ്യണം എന്ന് പറയണത്. കാരണം ഇതൊന്ന് സെറ്റിൽ ഡൗൺ ആകാനായിട്ടും നമ്മൾ ആ ചെയ്ത ക്ലീനപ്പിൻ്റെ ആയാലും ഫേഷ്യലിൻ്റെ ഒക്കെ ആയാലും റിസൾട്ട് വരാനായിട്ട് ഒരു 2-3 ദിവസം എടുക്കും. ദേ അപ്പം ഞാനിപ്പം നോക്കിയാൽ മുഖം എന്തോരം ക്ലീനായെന്ന് നോക്കിയാൽ എൻ്റെ മുഖം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തോരം ക്ലീനായെന്നുള്ളത്. നാളെ ആകുമ്പോഴത്തേക്ക് ഏറെക്കുറെ ഇതങ്ങ് സെറ്റിൽ ഡൗൺ ആകും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല പ്രോപ്പറായിട്ട് ഇതങ്ങ് നമ്മുടെ സ്കിന്നിന് ആ ഗ്ലോയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.